പ്രിയമുള്ള മുത്തുമുഅ്മിനീങ്ങളെ, ഇന്നത്തെ ക്ലാസ്സിലൂടെ വെള്ളിയാഴ്ച ദിവസം ചൊല്ലേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു സ്വലാത്ത് നമുക്ക് പഠിക്കാം. ഈ സ്വലാത്ത് നമ്മളെ ജീവിതത്തിൽ പതിവാക്കി കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് ഒരുപാട് അനുഗ്രഹങ്ങൾ നമ്മളെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് മഹാന്മാര് പഠിപ്പിക്കുന്നുണ്ട്. കാര്യതടസ്സങ്ങൾ മാറാൻ, ശത്രുദോഷങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ, പ്രയാസങ്ങൾ മാറാൻ, ആഗ്രഹങ്ങൾ നിറവേറാൻ വലിയ ആരിഫീങ്ങൾ അവരുടെ ജീവിതത്തിൽ പതിവാക്കിയ വളരെ പ്രധാനപ്പെട്ട ഒരു സ്വലാത്താണ്. ഏതാണ് സ്വലാത്ത്, എത്ര പ്രാവശ്യമാണ് ചൊല്ലേണ്ടത് എന്ന് വിശദമായി നമുക്ക് പഠിക്കാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള മുത്തുമുഅ്മിനീങ്ങളെ, നിങ്ങളെ എല്ലാവരെയും നമ്മളെ ക്ലാസ്സിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. അള്ളാഹു നമ്മളെ മുറാദുകൾ ഹാസിലാക്കി തരട്ടെ, നമ്മളെ വിഷമങ്ങൾ അകറ്റി തരട്ടെ. ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുടെ എല്ലാ മുറാദുകളും അള്ളാഹു ഹാസിലാക്കി കൊടുക്കട്ടെ, എല്ലാ കഷ്ടപ്പാടുകളും അകറ്റി കൊടുക്കട്ടെ. എല്ലാവർക്കും റാഹത്തല്ലേ, എല്ലാവർക്കും സന്തോഷല്ലേ? എല്ലാവരും മനസ്സറിഞ്ഞുകൊണ്ട് 3 പ്രാവശ്യം അൽഹംദുലില്ലാ പറയൂ. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂൽ ചെയ്യട്ടെ, അർഹമായ പ്രതിഫലം നൽകട്ടെ. ഹംദ് പറഞ്ഞവരൊക്കെ അതൊന്ന് കമന്റിൽ എഴുതി വിടണം. എത്ര ആളുകൾ ഹംദ് പറഞ്ഞു എന്ന് ഉസ്താദിന് അറിയാൻ വേണ്ടിയാണ്. എൻ്റെ പ്രിയമുള്ള മുത്തുമുഅ്മിനീങ്ങളെ, ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. അറിയുന്ന ആളുകളൊക്കെ കമന്റിൽ എഴുതി വിടുക. ക്വസ്റ്റ്യൻ ഇതാണ്: ഇസ്ലാമിൻ്റെ 4ാമത്തെ ഖലീഫയാരാണ്? ഇസ്ലാമിൻ്റെ 4ാമത്തെ ഖലീഫയുടെ പേരെന്താണ്? അറിയുന്നവരൊക്കെ കമന്റിൽ എഴുതി വിടുക. മുത്തുമുഅ്മിനീങ്ങളെ, ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾക്ക് വളരെ പ്രധാനപ്പെട്ട അത്ഭുതകരമായ ഒരു സ്വലാത്ത് പരിചയപ്പെടാം. നമുക്കറിയാം, നമ്മളെ ജീവിതത്തിൽ ചെയ്യുന്ന ഇബാദത്തുകളിൽ വളരെയേറെ പോരിശകളും വളരെയേറെ ശ്രേഷ്ഠതകളും നിറഞ്ഞതാണ് സ്വലാത്ത് ചൊല്ലുക എന്ന് പറയുന്നത്. അള്ളാഹു പരിശുദ്ധ ഖുർആനിലൂടെ തന്നെ നമ്മളോട് സ്വലാത്ത് ചൊല്ലാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. അള്ളാഹുവും അള്ളാഹുവിന്റെ മാലാകമാരും സ്വലാത്ത് ചൊല്ലുന്നുണ്ട്. അതുകൊണ്ട് സത്യവിശ്വാസികളെ, നിങ്ങളും സ്വലാത്ത് ചൊല്ലണമെന്ന് അള്ളാഹു ഖുർആനിലൂടെ നമ്മളെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ വെള്ളിയാഴ്ച ദിവസം പ്രത്യേകം സ്വലാത്തു ചൊല്ലാൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളോട് നിർദ്ദേശിച്ചു. വലിയ ആരിഫീങ്ങളൊക്കെ അവരെ കിതാബിൽ പറഞ്ഞിട്ടുണ്ട്, വെള്ളിയാഴ്ച ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രത്യേകം സ്വലാത്തു ചൊല്ലണം. വെള്ളിയാഴ്ച നമ്മൾ പ്രത്യേകം സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ അത് നേരിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അള്ളാഹു പ്രദർശിപ്പിക്കുമെന്ന് ഹദീസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സാധാരണ മറ്റുള്ള ദിവസങ്ങളിൽ നാം സ്വലാത്ത് ചൊല്ലുമ്പോൾ അത് മുത്തുനബിയിലേക്ക് എത്തിക്കുന്നത് ഒരു മലക്ക് മുഖേനയാണെങ്കിൽ, വെള്ളിയാഴ്ച നമ്മൾ സ്വലാത്ത് ചൊല്ലുമ്പോൾ അത് ഡയറക്റ്റായി അള്ളാഹുവിന്റെ റസൂലിന് അള്ളാഹു കാണിച്ചു കൊടുക്കുമെന്നാണ് മഹാനായ നബിതങ്ങൾ ഹദീസിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് സ്വലാത്ത് ചൊല്ലാൻ ആരും മറന്നു പോകരുതേ. പ്രത്യേകം വെള്ളിയാഴ്ച ധാരാളം സ്വലാത്ത് ചൊല്ലുക. അതുപോലെ തന്നെ വെള്ളിയാഴ്ച സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ പ്രത്യേക പരിഗണന അള്ളാഹു സുബ്ഹാനഹു വ തആലയും മുത്തുനബിയും നമ്മൾക്ക് നൽകാണ്. അള്ളാന്റെ റസൂൽ നമ്മളെ പരിഗണിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ രക്ഷപ്പെടല്ലേ? അള്ളാഹു നമ്മളെ പരിഗണിച്ചു കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെടല്ലേ? അതുകൊണ്ട് വെള്ളിയാഴ്ച രാവിലും വെള്ളിയാഴ്ച പകലിലും ധാരാളം സ്വലാത്ത് ചൊല്ലുക. ഏത് സ്വലാത്താണ് കൂടുതൽ ചെല്ലേണ്ടത് എന്ന് ഇൻഷാ അല്ലാഹ് ഞാൻ അവസാനം പറഞ്ഞു തരും. അതുപോലെ തന്നെ മലക്കുകളുടെ പ്രത്യേക പരിഗണനയും മലക്കുകളുടെ പ്രത്യേക പ്രാർത്ഥനയും അള്ളാഹു നമ്മൾക്ക് നൽകും. കാരണം എന്താ? വെള്ളിയാഴ്ച പ്രത്യേകം സ്വലാത്ത് ചൊല്ലേണ്ട ദിവസമാണ്. അപ്പൊ നമ്മൾ പ്രത്യേകം സ്വലാത്ത് ചൊല്ലുമ്പോൾ അതിൻ്റെതായ ഗുണങ്ങളും അതിൻ്റെതായ നമ്മൾക്കുള്ള പ്രാർത്ഥനകളും മലക്കുകളിൽ നിന്നും നമ്മൾക്ക് ലഭിക്കുമെന്നുള്ളതിൽ യാതൊരുവിധ സംശയവും വേണ്ട. അതോടൊപ്പം തന്നെ കൂടുതൽ പ്രതിഫലം നമ്മൾക്ക് ലഭിക്കും. ഇരട്ടി പ്രതിഫലമാണ്. വെള്ളിയാഴ്ച ദിവസം നമ്മൾ സൽക്കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഇരട്ടി പ്രതിഫലം നമ്മൾക്ക് ലഭിക്കും. അതോടൊപ്പം സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാലോ ഇരട്ടി പ്രതിഫലം അള്ളാഹു നമ്മൾക്ക് നൽകും. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വസിയ്യത്തുണ്ട്, നിങ്ങൾ വെള്ളിയാഴ്ച ദിവസം കൂടുതൽ സ്വലാത്ത് ചൊല്ലാൻ. അള്ളാഹുവിന്റെ റസൂൽ പറയുന്നുണ്ട്, അക്സിറു സ്വലാത്ത അലയ്യ യൗമൽ ജുമുഅ. നിങ്ങൾ ജുമുഅ ദിവസം, വെള്ളിയാഴ്ച ദിവസം എൻ്റെ മേൽ കൂടുതൽ സ്വലാത്ത് ചൊല്ലണം. വലൈലത്തിൽ ജുമുഅ, അതുപോലെ തന്നെ ഇന്നത്തെ രാത്രി വെള്ളിയാഴ്ച രാവിലും നിങ്ങൾ എൻ്റെ മേൽ കൂടുതൽ സ്വലാത്ത് ചൊല്ലണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളോട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അള്ളാഹുവിന്റെ റസൂൽ പറയാണ്, ഫമൻ സ്വല്ലാ അലയ്യ സ്വലാത്തൻ, ആരെങ്കിലും എൻ്റെ മേൽ ഒരൊറ്റ സ്വലാത്ത് ചൊല്ലി കഴിഞ്ഞാൽ സ്വല്ലല്ലാഹു അലൈഹി അശ്റ, അവന്റെ മേൽ അള്ളാഹു 10 സ്വലാത്ത് ചൊല്ലും. സുബ്ഹാനല്ലാഹ്, ഒരൊറ്റ സ്വലാത്ത് നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ
10 സലാത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുകയാണ്. അപ്പൊ 2 സലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ 20 സലാത്ത് അള്ളാഹുവിൽ നിന്ന് നമ്മൾക്ക് ലഭിക്കാണ്. എന്തിനാണ് ഈ വലിയ ഒരു അനുഗ്രഹം നമ്മൾ ഇല്ലാതെയാക്കുന്നത്? അതുകൊണ്ട് വെള്ളിയാഴ്ച സലാത്ത് ചൊല്ലേണ്ട ദിവസമാണ്. സലാത്ത് ചൊല്ലാൻ വേണ്ടി പ്രത്യേകം ഒരുങ്ങി തയ്യാറാകുക. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അന്ത്യനാളിൽ പ്രത്യേക പ്രകാശം നമ്മൾക്ക് ലഭിക്കും. ഏറ്റവും കൂടുതൽ നമ്മൾ പ്രയാസപ്പെടുന്ന ഒരു സമയം എപ്പോഴാ? അത് മഹ്ശറില, അന്ത്യനാളിലാണ്. ഒരാളും സഹായിക്കാണ്ടാവൂല. മക്കളില്ല, കുടുംബമില്ല, അയൽവാസികളില്ല, കൂട്ടുകാരില്ല. അങ്ങനെ നമ്മൾ ആകെ ഇരുട്ടിൽ തപ്പുന്ന ഒരു സമയമാണ് അന്ത്യനാളെന്ന് പറയുന്നത്. ആ അന്ത്യനാളിൽ പ്രത്യേക പ്രകാശമായി നാം ചൊല്ലുന്ന സ്വലാത്ത് നമ്മളിലേക്ക് കടന്നു വരികയാണ്. മനസ്സിന്റെ ശുദ്ധീകരണത്തിന് നമ്മൾ എത്ര ഇബാദത്ത് ചെയ്താലും, എത്ര ഹജ്ജ് ചെയ്താലും, എത്ര നമ്മൾ ഉംറ ചെയ്താലും, ഖത്തം തീർത്താലും, നമ്മൾ എന്ത് സൽക്കർമ്മം ചെയ്താലും ആദ്യം ശുദ്ധിയാവേണ്ടത് നമ്മളെ ഖൽബാണ്. നമ്മളെ ഖൽബ്, മനസ്സ് നന്നായിട്ടില്ലെങ്കിൽ നമ്മൾ ഇബാദത്തുകളൊക്കെ അള്ളാഹു തള്ളപ്പെടും. അതുകൊണ്ട് ഖൽബ് ശുദ്ധിയാവാൻ, മനസ്സ് ശുദ്ധിയാവാൻ സ്വലാത്ത് നല്ലതാണ്. അതുകൊണ്ട് ധാരാളം സ്വലാത്ത് ചൊല്ലുക. അതുപോലെ തന്നെ നമ്മളെ ജീവിതത്തിലെ പ്രയാസങ്ങൾ മാറാൻ, ദുനിയാവിലെ പ്രയാസങ്ങൾ മാറാനും പരലോകത്തെ പ്രയാസങ്ങൾ മാറാനും സ്വലാത്ത് മതി എന്ന് റസൂലുള്ളാഹിന്റെ ഹദീസിൽ നിന്ന് തന്നെ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അള്ളാഹു സ്വലാത്തിന്റെ അഹ്ലുകാരിൽ നാം എല്ലാവരെയും ഉൾപ്പെടുത്തി തരട്ടെ. എത്ര ഉമ്മമാരാണ് വെള്ളിയാഴ്ച ലക്ഷക്കണക്കിന് സ്വലാത്ത് ചൊല്ലുന്ന ഉമ്മമാരൊക്കെ ഉണ്ട്. ഒരു മാസത്തില് കോടിക്കണക്കിന് സ്വലാത്ത് ചൊല്ലി തീർക്കുന്ന ഉമ്മമാരൊക്കെ ഉണ്ട്. അവർക്കൊക്കെ മുത്തുനബിയെ സ്വപ്നം കാണാൻ അള്ളാഹു ഭാഗ്യം കൊടുക്കാണ്. ഹജ്ജും ഉംറയും ചെയ്യാൻ അള്ളാഹു ഭാഗ്യം കൊടുക്കാണ്. റൗള കാണാൻ അള്ളാഹു ഭാഗ്യം കൊടുക്കാണ്. ഹബീബായ തങ്ങളോട് സംസാരിക്കാനുള്ള ഭാഗ്യം ലഭിക്കാണ് ജീവിതകാലത്ത് തന്നെ. ആ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി തരട്ടെ. നമ്മൾ ചൊല്ലേണ്ട സ്വലാത്ത് ഏതാണെന്നറിയോ? സ്വലാത്തുൽ കാമില എന്ന് പറയുന്ന അത്ഭുതകരമായ സ്വലാത്താണ്. കാമിലയെ കുറിച്ച് മഹാന്മാര് പറയുന്നത് ശരിക്കും ശ്രദ്ധിച്ചോ. ഒമൻ ദാവമ അലൈഹ ഫീ കുല്ലി യൗമിൻ 11 മറ. എല്ലാ ദിവസവും 11 പ്രാവശ്യം ഒരാൾ സ്വലാത്തുൽ കാമില പതിവാക്കി കഴിഞ്ഞാൽ, ഔ ഫീ കുല്ലി ലൈലത്തി ജുമുഅത്തിൻ വയൗമിഹ, വെള്ളിയാഴ്ച പകലിലും വെള്ളിയാഴ്ച രാവിലും 11 പ്രാവശ്യം എല്ലാ ആഴ്ചയിലും സ്വലാത്തുൽ കാമില പതിവാക്കി കഴിഞ്ഞാൽ, നാല മിനൽ ബറകാത്തി വൽ ഖൈറാത്ത്, അവന്റെ ജീവിതത്തിലേക്ക് അള്ളാഹുവിന്റെ ബറക്കത്ത് വരും. മക്കളിലും കുടുംബത്തിലും സന്തോഷം സമാധാനവും അള്ളാഹു നൽകുകയാണ്. അള്ളാഹുവിന്റെ ബറക്കത്ത് ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾക്ക് ഉൾപ്പെടാൻ കഴിയും. മാത്രമല്ല ധാരാളം ഖൈറുകൾ, നന്മകള്, അള്ളാന്റെ അനുഗ്രഹങ്ങള് നമ്മളെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. ഏതാണ് സ്വലാത്തുൽ കാമില? അല്ലാഹുമ്മ സ്വല്ലി സ്വലാത്തൻ കാമില വസല്ലിം സലാമൻ താമ്മൻ അലാ സയ്യിദിനാ മുഹമ്മദിനില്ലദീ തൻഹല്ലു ബിൽ ഉഖദ് വതൻഫർജു ബിൽ ഖുറബ് വതുഖ്ലാ ബിൽ ഹവായിജ് വതുനാലു ബിഹിർ റഗായിബ് വഹുസ്നുൽ ഖവാതിം വയുസ്തസ്കൽ ഗമാമു ബിവജിഹിൽ കരീം വഅലാ ആലിഹി വസ്വഹബിഹി ഫീ കുല്ലി ലംഹത്തിൻ വനഫസിൻ ബിഅദദി കുല്ലി മഅലൂമിൻ ലക്. ഒരുപാട് ഉമ്മമാർക്ക് ഈ സ്വലാത്ത് കാണാതെ അറിയും. അഥവാ ഇത് സ്വലാത്തുൻ നാരിയ എന്ന പേരിലും പറയപ്പെടുമെന്ന് വലിയ ആരിഫീങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹുമ്മ സ്വല്ലി സ്വലാത്തൻ കാമില വസല്ലിം സലാമൻ താമ്മൻ അലാ സയ്യിദിനാ മുഹമ്മദിനില്ലദീ തൻഹല്ലു ബിൽ ഉഖദ് വതൻഫർജു ബിൽ ഖുറബ് വതുഖ്ലാ ബിഹിൽ ഹവായിജ് വതുനാലു ബിഹിർ റഗായിബ് വഹുസ്നുൽ ഖവാതിം വയുസ്തസ്കൽ ഗമാമു ബിവജിഹിൽ കരീം വഅലാ ആലിഹി വസ്വഹബിഹി ഫീ കുല്ലി ലംഹത്തിൻ വനഫസിൻ ബിഅദദി കുല്ലി മഅലൂമിൻ ലക്. ഇതാണ് സ്വലാത്തുൽ കാമില. ഇതിന് സ്വലാത്തുൻ നാരിയ എന്ന പേരുമുണ്ട്. ഇൻഷാ അല്ലാഹ് നാളെ വെള്ളിയാഴ്ച ദിവസം നമ്മളുടെ ദാറുൽ മുബീൻ മജ്ലിസിൽ രാവിലെ 6 മണിക്ക് 3 സ്വലാത്തുകൾ നമ്മൾ ചൊല്ലും. അതിൽ നിങ്ങൾ എല്ലാവരും പങ്കെടുക്കുക. സ്വലാത്തുൽ ഫാത്തിഹ് ചൊല്ലും, അതുപോലെ തന്നെ ഒരുപാട് സ്വലാത്തുൽ ഫാത്തിമിയ ചൊല്ലും, അതുപോലെ തന്നെ ഈ പറഞ്ഞ സ്വലാത്തുൽ കാമില, സ്വലാത്തുൻ നാരിയ നമ്മൾ ഒരുപാട് ചൊല്ലി ഒരുമിച്ച് ദുആ ചെയ്യും. എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് വിശാലമായ ദിക്ർ ദുആ മജ്ലിസ് നമ്മളെ ചാനൽ ഉണ്ടാവാറുണ്ട്. ഇൻഷാ അല്ലാഹ് നാളെ വെള്ളിയാഴ്ച 3 സ്വലാത്തുകളാണ് നമ്മൾ ചൊല്ലുന്നത്. കഴിയുന്ന പരമാവധി എല്ലാ ആളുകളും അതിൽ പങ്കെടുക്കുക. ഇനി 6 മണിക്ക് കൃത്യമായി നിങ്ങൾക്ക് പങ്കെടുക്കാൻ പ്രയാസമുണ്ടെങ്കിൽ നിങ്ങളെ തിരക്കുകളൊക്കെ ഒഴിഞ്ഞിട്ട് നാളത്തെ ദിവസം ആ സ്വലാത്തുൽ കാമിലയിലും സ്വലാത്തുൽ ഫാത്തിമിയയിലും സ്വലാത്തുൽ ഫാത്തിഹിലും നിങ്ങൾ പങ്കെടുക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മളെ മജ്ലിസ് കൊണ്ട് ഒരുപാട് ആളുകൾക്ക് സന്തോഷവും സമാധാനവും റാഹത്തും ലഭിക്കുന്നുണ്ട്. ഒരുപാട് ആളുകൾ സന്തോഷ വാർത്ത അറിയിക്കാറുണ്ട്. ഫലം ലഭിച്ച ഒരുപാട്
ഒരുപാട് സന്തോഷ വാർത്ത പലരും പറയാറുണ്ട്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നിങ്ങളും അതിൽ പങ്കെടുക്കുക, ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഈ സ്വലാത്ത് ശത്രുദോഷങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ മഹാന്മാര് ചൊല്ലാൻ നിർദ്ദേശിക്കുമായിരുന്നു. ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ ഈ സ്വലാത്ത് ചൊല്ലാൻ മഹാന്മാര് നിർദ്ദേശിക്കുമായിരുന്നു. അതുപോലെ തന്നെ വലിയ വലിയ ആഫത്ത് മുസീബത്തുകളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ, നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങൾ മാറാൻ, കഷ്ടപ്പാടുകൾ മാറാനൊക്കെ ഈ സ്വലാത്ത് നല്ലതാണെന്ന് ആരിഫീങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ പറയല്ല, വലിയ ആരിഫീങ്ങളാണ് പറയുന്നത്. നമ്മളെ മുറാദുകൾ ഹസിലാവാൻ, ഹാജത്തുകൾ നിറവേറാനൊക്കെ ഈ സ്വലാത്ത് നല്ലതാണ്. 11 പ്രാവശ്യമോ 41 പ്രാവശ്യമോ 4444 പ്രാവശ്യമൊക്കെ ഈ സ്വലാത്ത് ചൊല്ലാം. ഏതായാലും 11 പ്രാവശ്യമെങ്കിലും വെള്ളിയാഴ്ച രാവിലും വെള്ളിയാഴ്ച പകലിലും ഈ സ്വലാത്ത് ചെല്ലുക. ഇനി 41 പ്രാവശ്യം ചെല്ലാൻ കഴിയോ? 41 പ്രാവശ്യം ചെല്ലിക്കോ. 4444 ആണോ നിങ്ങൾക്ക് കഴിയുക? അതൊക്കെ റസൂലുള്ളാഹിനുള്ള സ്നേഹം, അതിന്റെ കണക്കനുസരിച്ച് നമ്മൾ ചൊല്ലുന്നുള്ളതാണ്. അള്ളാഹു സ്വലാത്തിന്റെ അഹ്ലികാരിൽ നാം എല്ലാവരെയും ഉൾപ്പെടുത്തി തരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.